റവ വെച്ചിട്ട് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ വേണ്ട. മിക്സി ജാറിൽ അടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു റവ ടീ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ആർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു റവ ടീ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് റവയാണ് വേണ്ടത്. അപ്പോൾ 1/2 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവ വറുത്തതോ വറുക്കാത്തതോ ആവാം, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത പാൽ ഉപയോഗിക്കരുത്, നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ വേണം ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മൊത്തത്തിൽ 1/2 കപ്പ് പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിത് നന്നായിട്ട് തന്നെ ഒരു മിനിറ്റൊക്കെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതാ ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ മുകളിലൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്കൊരു 1/3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് അരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു വിസ്കോ അല്ലെങ്കിൽ സ്പാറ്റുല വെച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പാറ്റുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ മിക്സിംഗ് ഒന്നും ആവില്ല. ഓവർ മിക്സിംഗ് ആയാലും നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു നനവ് വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു 7 ഇഞ്ചല്ല കേട്ടോ, ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിൽ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടിയിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് എക്സസ് ആയിട്ടുള്ള മൈദ അങ്ങ് തട്ടി കളഞ്ഞാലും മതി കേട്ടോ. അങ്ങനെ ആയാലും മതി, എങ്ങനെ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടി താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് മൈദപ്പൊടി വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബാറ്ററിൽ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലും ഇതുപോലെ മൈദപ്പൊടി കോട്ട് ചെയ്തിട്ട് ബാറ്ററിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാറ്ററി മിക്സ് ചെയ്ത് അവസാനം നമ്മൾ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ ഇതിട്ട് കൊടുത്തിട്ട് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ മാത്രമേ ഉള്ളൂ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രം നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇനി ഒരു കേക്ക് ടിന്ന് ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ കേക്ക് ടിന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക. ഏത് പാത്രവും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാൻ പറ്റുന്ന ഏത് പാത്രത്തിലും, അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. അതിൽ ഇതുപോലെ ഒരു സ്റ്റാൻഡോ റിങ്ങോ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. 1/2 മണിക്കൂർ ഒരു 25 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക കേട്ടോ ഇതുപോലെ. അപ്പോൾ അത് 1/2 മണിക്കൂർ ആയപ്പോൾ ഇത് കംപ്ലീറ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് വെന്തിട്ടില്ലെങ്കിൽ, ബേക്കായി വന്നിട്ടില്ലെങ്കിൽ സ്റ്റിക്കിൽ ഇങ്ങനെ മാവ് പറ്റി പിടിക്കും. ഇപ്പോൾ അത് അങ്ങനെയൊന്നുമില്ല. ഇനി നമുക്കിത് പുറത്തെടുത്ത് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ റവ ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കിൽ പെടൂല. ഇത് നമ്മൾ ടീ കേക്ക് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ബട്ടറൊക്കെ വെച്ചിട്ട് മൈദ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടീ കേക്ക് ഉണ്ട്, അതിൻ്റെയൊക്കെ ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാകുക. അപ്പോൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണിത്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാത്തവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്